മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ്. അഡ്മിഷൻ സ്റ്റാർട്ടഡ് LKG to 9th ആൻഡ് ട്രെൻഡ് പ്രീ സ്കൂൾ, KMO ഇംഗ്ലീഷ് ഹൈസ്കൂൾ, പിലാക്കോട്ടുപാടം, കരുളായി. പുതിയ നിയമസഭയിൽ ഇനി നിലമ്പൂരിനെ പ്രതിനിധീകരിക്കാൻ 3 പേർ. നിലമ്പൂർ മണ്ഡലത്തിന്റെ സ്വന്തം പ്രതിനിധി ആര്യാടൻ ഷൗക്കത്തിന് പുറമെ തവനൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട VS ജോയ്, കൊണ്ടോട്ടിയിൽ നിന്ന് വിജയിച്ച TP അഷ്റഫ് അലി എന്നിവരും നിലമ്പൂർ സ്വദേശികളാണ്. ആദ്യമായാണ് 3 നിലമ്പൂർ സ്വദേശികൾ ഒന്നിച്ച് നിയമസഭയിലെത്തുന്നത്. ഇതിനു മുൻപ് 2016 തൃപ്പൂണിത്തറയിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയെ വിജയിച്ച M സ്വരാജ് മാത്രമായിരുന്നു മറ്റു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നിലമ്പൂരുകാരൻ. നിലമ്പൂരിൽ നിന്ന് രാഷ്ട്രീയ കളരി അഭ്യസിച്ച് ജൈത്രയാത്ര തുടരുന്ന ആര്യാടൻ ഷൗക്കത്തും VS ജോയും TP അഷ്റഫ് അലിയും ഒന്നിച്ച് നിയമസഭയിലെത്തുന്നത് മണ്ഡലത്തിന് ഏറെ ഗുണകരമാവും. 3 പേരും മണ്ഡലത്തിലെ ജനങ്ങളുമായി വ്യക്തിബന്ധമുള്ള നേതാക്കളുമാണ്. KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ ടൌണിൽ തന്നെയാണ് താമസം. DCC പ്രസിഡന്റായ VS ജോയ് പോത്തുകൽ പഞ്ചായത്തിലെ വെള്ളിമുറ്റത്തും യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറിയായ TP അഷ്റഫ് അലി എടക്കരയിലുമാണ് താമസം. ആര്യാടൻ ഷൗക്കത്ത് ഇത് 2ാം തവണയാണ് നിയമസഭയിലെത്തുന്നത്. 2025 തെരഞ്ഞെടുപ്പിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർ സ്വദേശിയുമായ M സ്വരാജിനെ പരാജയപ്പെടുത്തിയാണ് ആദ്യമായി MLA ആയത്. ഇത്തവണ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം U ഷറഫ് അലിയെ 1/2 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലേക്ക് വീണ്ടും എത്തുന്നത്. തവന്നൂരിൽ മുൻ മന്ത്രി KT ജലീലിനെതിരെ 14,647 വോട്ടിന്റെ അട്ടിമറി വിജയം നേടിയാണ് VS ജോയ് നിയമസഭാംഗമാവുന്നത്. കൊണ്ടോട്ടിയിൽ LDFലെ ഡോക്ടർ P ജിജിയെ 56,017 വോട്ടുകൾക്കാണ് അഷ്റഫ് അലി പരാജയപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.